What's your name? Your name. My name is Hasib. My name is. സോറി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്നലെ ടെൻ്റ് അടിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ട് പോകുന്നുണ്ട്. വിശ്ലിംഗ് വില്ലേജ് ആണ്. അതിന് മുമ്പായിട്ട് ഒരു KFCയിലേക്ക് പോകാനുണ്ട്. പിന്നെ ഇന്നലെ ഉണ്ടായ രണ്ടാൾക്കാരും ഇന്ന് ഒന്നിച്ചുണ്ട്. ഒരേ മൈൻഡിലുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ പിന്നെ പോകാനൊരു പാങ്ങ് വേറെ. അപ്പോൾ അതുകൊണ്ട് ഓരോ കൂട്ടി ഞങ്ങൾ ഇപ്പോൾ KFC പോകുന്നുണ്ട്. ചിറാപുഞ്ചി റോഡിലൂടെ നടന്നുകൊണ്ട് KFCയിലേക്ക് പോകും. KFCയിൽ നിന്ന് റിട്ടേൺ വിശ്ലിംഗ് വില്ലേജ്. ഫുഡൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കി. ഗ്യാസ് ഉണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിൽ ഗ്യാസ് ഉണ്ടായിരുന്നു, പാത്രം ഇല്ലായിരുന്നു. പക്ഷെ പാത്രം ഞങ്ങൾ വേറെ അറേഞ്ച് ആക്കി മാഗി ഉണ്ടാക്കി കഴിച്ച്. ഇന്നലെ രാത്രിയാണെങ്കിൽ ചിക്കൻ കറിയും ബ്രെഡും. അത്ര ചിക്കൻ കറി എന്ന് വെച്ചാൽ അപാര ടേസ്റ്റ്. ഞങ്ങൾ ഇത്രത്തോളം കഴിച്ചിട്ടാ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ ഒരു ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അത് ടേസ്റ്റ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഇറങ്ങി. ക്ലൈമറ്റൊക്കെ ഓക്കെയാണ്. വലുതായിട്ട് വെയിലും ഇല്ല, അത്യാവശ്യം ഓവറായിട്ട് മഴയ്ക്കുള്ള സാധ്യതയും ഇല്ല. നല്ലൊരു മിഡിലായിട്ട് പറ്റിയ ക്ലൈമറ്റാണ്, നടക്കാനും പറ്റിയ ക്ലൈമറ്റാണ്. ഞങ്ങൾ നടന്ന് മോസോമി കേവിൻ്റെ അവിടേക്ക് എത്തി. ടിക്കറ്റൊക്കെ കൊടുത്ത് ഉള്ളു കേവ്സിൻ്റെ എൻട്രൻസിലേക്ക് ഞങ്ങളെത്തി. എന്ത് സ്റ്റെപ്പ് കയറി കൊടുത്തോ? ഇതാണ് കേവ്, മോസോമി കേവ്സ്. ഇങ്ങനെയാണ് ഇതിന്റെ ഉൾഭാഗം വരുന്നുള്ളത്. ഇത് മനുഷ്യ നിർമ്മിതമാണോ അല്ല എങ്ങനെയുള്ളതാണെന്ന് എനിക്കും അറിയില്ല. ഞാന് ഒന്നും വായിച്ചില്ല. സാധാരണ ഞാൻ വരുമ്പോൾ വായിക്കാറുണ്ട്, ഇപ്പോൾ വായിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് കയറി, ഞാൻ എന്തോ തിരക്കിലായി കയറിപ്പോയി. ഇനി ഇറങ്ങുമ്പോൾ നോക്കണം ഇത് എങ്ങനെയുള്ളതാണെന്ന്. നിങ്ങൾക്ക് എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കേറാനുണ്ട് മോനെ പണി. ലൈറ്റ് വേണം ഇതൊക്കെ. ഈ ക്യാമറ വെളിച്ചെത്ര പോരാ. അത് വഴിയുണ്ടോ? ഇല്ല, അത് വഴിയുണ്ടോ കേട്ടോ. ഇവരിവിടെ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. ഞാനും അവരെ പോലെ തന്നെ ബാക്കിലൊരു വീഡിയോ. വെള്ളം നല്ല തണുത്ത വെള്ളം കേട്ടോ. ആ മുകളിലൊരു പൈപ്പ് പോകുന്നതാണോ? അത് വെള്ളത്തിന്റെ പൈപ്പും പോകുന്നുണ്ട്, കരണ്ടിന്റെ പൈപ്പും പോകുന്നുണ്ട്. വെള്ളം വെച്ചാല് സ്വർഗത്തിൽ കിട്ടുന്ന ആൾ സംഭവമാണ്. ഇതാണ് നോക്കി എത്രത്തോളം മുകളിലുണ്ട്. ഞങ്ങൾ കേവ്സ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് മൊത്തത്തിൽ എടുക്കാൻ പറ്റില്ല. ഈ കുട്ടിയിലിട്ട് കാണുന്ന ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, ഇതാണ് അവിടുത്തെ എന്താ പറയാ, ഷിലോങ്ങിലെ ആൾക്കാർ, പണ്ടത്തെ ആൾക്കാർ, കാസി ട്രൈബ്സ് മുമ്പ് ഇട്ടുകൊണ്ടിരുന്ന ഡ്രസ്സ്. അതെ നോക്കിയേ, സ്ത്രീകൾ ആ ഒരു ടൈപ്പും പുരുഷന്മാർ ഈ ഒരു രീതിയിലുള്ള ഡ്രസ്സാണ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഇല്ല, ഇപ്പൊ ഈ ഒരു ആചാരം ഇല്ല. ഇതിപ്പോ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രം ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുള്ളത്. നോക്കിയേ, ഓ കത്തി വെച്ചല്ലോ. നമ്മളെ ചെക്കന് ജാഫർ എല്ലാ സാധനങ്ങളും ഇട്ട് റെഡി ആയിരിക്കാണ്. बस फोटो बस एक ही फोटो चलेगा. क्यों ज्यादा फोटो क्यों? बस ബായിൽ കാണണം പാൻ. ഈ അമ്മച്ചി തന്നാണ്. ഹായ് ഹായ്. എന്നെ തിന്നാലെ പഠിപ്പിച്ചു. സോറി ചേക്കാലും തല ഇറങ്ങി വീണ അന്നെടുത്ത് കൊണ്ടുപോകില്ല. പറഞ്ഞുതരാ, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ താങ്ങാറില്ല. ഇവിടുന്ന് ഞങ്ങൾ വിശ്ലിംഗ് വില്ലേജിൽ പോവാണ്. ഷെയറിംഗ് ടാക്സി കയറി. ഞാൻ ഒറ്റക്കാര് നടക്കുമായിരുന്നു. ഇപ്പൊ 3 കൊണ്ടാണ് ഞങ്ങള് ഷെയറിംഗ് ടാക്സി. ഒരാൾക്ക് 50 രൂപ അത്ര വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് വിട്ട് പിന്നെ ഞങ്ങൾ കേവ് മൊത്തം കണ്ടു കഴിഞ്ഞു. നോക്കി ഇവിടെ ചിറാപുഞ്ചി മഴയത്ത്
I can try करो मारेते try करो एक बार बोल के देखो आप बोलो मारेते मिलेगा adjusting obviously I'm trying you adjusting not adjustment you know adjusting you don't know adjusting you भाई एक कर बोलो माया मारेते एक कर बोलो try करो ചിറാപ്പുഞ്ചി माया येते एक कर बोलो why the South Indian hate the Bollywood why കഴിച്ചപ്പോ പോയോണ്ടുണ്ട് പോങ്തോങ് വില്ലേജിലേക്ക് ഇനി ഒരു 10 കിലോമീറ്റർ ഉണ്ട്. അവിടെ വണ്ടിയിൽ അപാര വൈബ് എന്ന് വെച്ചാൽ അങ്ങനെ പയ്യന്മാര് ഇവരൊക്കെ എന്ത് വൈബ് അറിയോ, പാടും പാടിക്കൊണ്ട് തുള്ളിക്കൊണ്ടായിരുന്നു ഇത്ര നേരം. ഇപ്പൊ നല്ല ടയേർഡായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇതാണ്. പാട്ട് കാണുന്നില്ലേ, ഒരു അണിച്ചിങ്ങനെ ഭയങ്കര ഫാനാണ്. ഇതുവരെ അതായിരുന്നു. ഇതൊക്കെ ഏത് പാട്ട് നമുക്കറിയില്ല. മോനെ പൊളിയായിട്ട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, ഇൻസ്റ്റയിലും ഉണ്ടാവും. അപ്പൊ കേസ് ഞങ്ങളിപ്പോ വിസ്ലിംഗ് വില്ലേജിലേക്ക് എത്തി. ഇപ്പൊ ഞങ്ങള് ടെന്റ് അടിക്കാൻ വേണ്ടിട്ട് ഒരു സ്ഥലം നോക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു ഷിലോങ്ങിലുള്ള ആൾക്കാർ കണ്ടാ. ഞാനിപ്പോ ഇവിടുന്ന് ഇനി നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങണം, വില്ലേജിലേക്ക് എൻ്റർ ആവാൻ. നമുക്ക് അതിനു മുമ്പ് ടെന്റ് അടിക്കാനുള്ള ഒരു സ്ഥലം സെറ്റപ്പ് ചെയ്യാണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എന്താ പറയാ, ഇതിന് ഹോം സ്റ്റേ കാര്യങ്ങളായിട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ താഴെങ്ങോട്ടെങ്കിലും പോയിട്ട് ഒരു സ്ഥലം നമുക്ക് ഫസ്റ്റ് സെറ്റപ്പ് ചെയ്യണം. സെറ്റ് അല്ലേ? ഡബിൾ ഓക്കെ. बाय. इधर नाम बोलिए, नाम. ओए बेबी बाय. ഇവരുടെ ശബ്ദം എന്ന് പറയുന്നുള്ളത് ഇവർക്ക് ജനിക്കുമ്പോൾ ഇവർ അമ്മമാരിടുന്നൊരു പേരാണ്. ഒരു കോഡാണ്, ഒരു വിസിൽ കോഡാണ് ഇവർക്ക് ഇടുന്നുള്ളത്. അതായത് ഇപ്പോൾ കൂക്കു കീക്കി അങ്ങനെ എന്ത് വേണമല്ലോ അവരുടെ പേര് ഞാനിപ്പോൾ വീഡിയോയിൽ ഞാൻ അടുത്തായിട്ടുള്ള വരുന്ന സെക്കൻഡ്സിൽ അതിപ്പോൾ കാണും. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ചെറുതായി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. വാട്ട്സ് യുവർ നെയിം? Your name. മൈ നെയിം ഈസ് ഹസീബ്. My name is Messi. ലെക്കാണല്ലോ. യു ക്യാൻ സീ യു. എന്നിട്ട് വക്കോ സോറി, എല്ലാരും മറന്നേക്ക്. വില്ലേജിലൊക്കെ ഇതിനുമാണ് ഒരു കഴിവ്. വില്ലേജൊക്കെ വളരെയധികം വികസിച്ചിരിക്കുന്നു. ഇതിനുമാണ് ഒരു കഴിവ്. ഇവിടെ കഴിവ് ഇത് നോക്കിയ കോഡ് നെയിം യാർ കുക്കു. പൈസ വയ്ക്കുന്ന അല്ല, വെറും വില്ലൻ കേട്ടോ. ഇനിയിപ്പോ എന്താ നമ്മളെല്ലാം വിലക്കെടുക്കും. How much for 80? How much for 80 അല്ല? How much for 80? How much for 80? ഗൈസ് ടീന് എത്ര പ്രൈസ് ചോദിച്ചാണ്. Madam. Katna ko dorsha Cà rô xa, lai thầu, Lala? lai theo. Lipo. इधर कितना हो गया इसमें? ട്രാൻസ്ലേറ്റ് मैडम इधर देखिए, इसमें टाइप करिए कितना, हाउ मच, कितने कर दिए? Cà rô cái nào? हाँ इधर एक चाइस, हाउ मच? Amo. ഇപ്പോഴാണ് നമ്മൾ മനസ്സിലായത്. ഇതുവരെ പൈസ എന്ത് മനസ്സിലായിട്ടാ. മനസ്സിലായോ? ഇത് എടുത്തോളിരാന്ന് പറഞ്ഞു പോയി. എന്ത് പൈസ? ഞാൻ ഇതില് ടൈപ്പ് ചെയ്യുന്ന പറഞ്ഞു. Cà rô bài xe. കണ്ണൊക്കെ പൈസ പൂച്ചേ യാ. Thấy không? 30 for one. 1 1, 2, 3. Cà rô. യെസ് 90 1 2 3 90. Your name? ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു നെയിം പറയാൻ ഭയങ്കര നാക്കാണ്. കം യുവർ നെയിം പ്ലീസ്. ठीक है, ബൈ. പേരെന്താന്ന് ചോദിക്കുന്നത്, കാശിൽ എന്താ ചോദിക്കുന്നത്? Khai ca ca tâm chope. Khai ca ca tâm chope. ഇതെല്ലാം അപ്പുറം നമ്മള് പഠിക്കും. അതാണ് നമ്മള് മലയാളികൾ. അതാണ് Khai ca ca tâm chope. ഇതൊക്കെ ആട്ടോ ഇവിടെ വില്ലേജ് വരുന്നുള്ളത്, മുസ്ലിം വില്ലേജ് വരുന്നുള്ള ഒരു ഹായ്. ഓ ഹായ് ഇല്ല, ചൂട്ടിലാണ്. റോസാപ്പൂ അല്ലേ? ഇവിടുത്തെ കുട്ടികളൊക്കെ നോക്കിയാ എല്ലാരും ഒന്നിച്ചുണ്ട്. ക്യാമറ പിടിക്കുന്നുണ്ട്.
ഓ അങ്ങനെ ലേസർ അടിക്കുന്നുണ്ട് തമിഴിലേക്ക്. ഇതാ ഇതാണ് ഇവര് കാട്ടിക്കുന്നുള്ളത്. What's your name? One minute. Group photo. Come on. കുട്ടികളൊക്കെ ഫുള്ള് വൈബിലാണ്. നമ്മളിങ്ങനെ ഒന്നിച്ച് കിട്ടുക, അതൊക്കെ കുട്ടികൾ നല്ല ആസ്വദിക്കുന്നുണ്ട്. ക്യാമറന് മുമ്പിൽ വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളും. ഇപ്പൊ അവരൊക്കെ പോയി അവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ടെന്റ് അടിക്കാൻ പോകുന്ന ഈ കോളനിയുടെ ഈ സ്കൂളിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ അടിക്കാൻ പോകുന്നുള്ളത്. ഇവന്മാർ രണ്ടുപേരും വ്ളോഗിങ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടുണ്ട്. ഇതൊക്കെ അല്ലേ ഒരു ലൈഫ്. ഇത് മനോഹരമാണ്. ഒരു മനുഷ്യന്മാരും പുറത്തത്തെ ആൾക്കാർ വരാത്ത സ്ഥലങ്ങളിലേക്ക് തേടി ഇങ്ങനെ പോവുക, എന്നിട്ട് അവിടുത്തെ ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കുക. അതൊരു സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീലാണ്. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം അറിയില്ല. ഞങ്ങള് കുളിക്കാവുന്ന സ്ഥലമാണിത്. ഞങ്ങൾ ഇവിടുത്തെ ഒരു ലോക്കലാണ് ഇവിടെ വരെ എത്തിച്ചത്. ഇവിടെ കുളത്തിലേക്ക് പോയാ കുളം അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു 2 മണിക്കൂർ നടക്കണം. അപ്പോൾ കുറെ ലേറ്റാവും. ഇത് മൗണ്ടൈനിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഈ പൈപ്പിൻ്റെ അടിയിൽ വേണം ഇന്ന് നമ്മൾ കുളിക്കാനും. അവിടെ ഇവരൊക്കെ റെഡിയാണ്, കുളിക്കാൻ റെഡിയാണ്. അത് മാറ്റി തുടങ്ങി. ഓക്കെ, ശരി, കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് മുകളിലേക്ക് പോയി ടെന്റ് അടിക്കൽ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ കാണാം. പകുതിയിൽ പോരുത്.